നമ്മള് സൈക്കോളജി നോക്കിയാലോ? LPSC UPSC കേട്ടിട്ട് പരീക്ഷ ഒക്കെ ഇങ്ങനെ അടുത്തല്ലോ. പഠിച്ചിട്ട് എവിടം വരെ ആയി? ഞാൻ കുറെയൊക്കെ പഠിച്ച്, കുഴപ്പമില്ല. സൈക്കോളജി പഠിക്കുമ്പോൾ മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. ഞാനേ പ്രകൃതിവാദം പഠിക്കുകയായിരുന്നു. പ്രകൃതിവാദം അതായത് അതിന്റെ ഒരു ആശയം നോക്കിയേ. ഓരോ മനുഷ്യനും മൃഗത്തിനും അതിൻ്റെതായ സ്വാഭാവിക സവിശേഷതകൾ ഉണ്ട് എന്ന് പറയാണ്. ഓരോ മനുഷ്യനും മൃഗങ്ങൾക്കും അതിൻ്റെതായ സ്വാഭാവിക സവിശേഷതകൾ ഉണ്ട് എന്നാണ് പ്രകൃതിവാദം പറയുന്നത്. ഞാൻ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കാണ് ഈ സ്വാഭാവിക പ്രകൃതിയുടെ വളർച്ചയാണ് വിദ്യാഭ്യാസം എന്ന് പ്രകൃതിവാദികൾ പറയുന്നുണ്ട്. എന്താ? സ്വാഭാവിക പ്രകൃതിയുടെ, നമ്മുടെ ഉള്ളിലുള്ള സ്വാഭാവിക പ്രകൃതിയുടെ, അത് ജന്മനാ കിട്ടുന്നതാണ്, അതിന്റെ വളർച്ചയാണ് വിദ്യാഭ്യാസം എന്ന് പ്രകൃതിവാദികൾ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്കാണ്, എന്നാലും നിന്റെ പഠിത്തം നടക്കട്ടെ. അമ്പട വീര, എല്ലാം പഠിച്ചു വെച്ചു അല്ലേ? എടാ, ഈ സ്വാഭാവികമായ വളർച്ച, അതിനുള്ള അവസരം സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസം എന്നതാണ് പ്രകൃതിവാദത്തിന്റെ സിദ്ധാന്തം. നല്ല സിദ്ധാന്തം അല്ലേ? അതായത് മനുഷ്യനായാലും മൃഗത്തിനായാലും ഒക്കെ അതിൻ്റെതായ സ്വാഭാവിക സവിശേഷതയുണ്ട്. അപ്പൊ നമ്മുടെ സ്വാഭാവികമായ വളർച്ചയ്ക്ക് അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതാണ് വിദ്യാഭ്യാസം എന്നാണ് പ്രകൃതിവാദത്തിന്റെ സിദ്ധാന്തം. ശരിയല്ലേ? കാരണം നമ്മൾക്ക് ആ വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ ആത്മപ്രകാശനത്തെ, നമ്മളെ തന്നെ പ്രകാശിപ്പിക്കുക, ഇതിനെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് പ്രകൃതിവാദികൾ കാണുന്നുണ്ട്. ഓക്കെ, റൂസോ ആണ് പ്രകൃതിവാദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള്. റൂസോ കുട്ടിയെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവാക്കണമെന്ന് റൂസോ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദു കുട്ടിയായിരിക്കണം, ബാക്കിയൊക്കെ ചുറ്റുമുള്ള കാര്യങ്ങളാണ്. അപ്പൊ കുട്ടിയെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവാക്കണമെന്ന് ആരാ പറഞ്ഞത്? റൂസോ ആണ് പറഞ്ഞത്. റൂസോ ആണ് പ്രകൃതിവാദികളിലെ പ്രധാനി. റൂസോയെ കുറിച്ച് പറയുമ്പോൾ റൂസോ ഒരു സംഭവമാണ്. എത്ര നല്ല സിദ്ധാന്തങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നറിയോ? അതായത് അദ്ദേഹം ഈ വാചികമായിട്ടുള്ള ബോധനങ്ങളെ ഒക്കെ എതിർത്തിട്ടുണ്ട്. വാചികമായ ബോധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെറുതെ ക്ലാസ് എടുക്കുന്ന ഈ ലെക്ചറിങ് മെത്തേഡ് ഇല്ലേ? ക്ലാസ് പോയി കുട്ടികളൊക്കെ ഇരിക്കുന്നു, ടീച്ചർ പോയിട്ട് അങ്ങനെ നിരന്തരം ക്ലാസ് എടുക്കുന്നു, കുട്ടികൾ മിണ്ടാതെ കേൾക്കുന്നു, ഉറങ്ങുന്നു. ഈ പരിപാടിയൊക്കെ ഇദ്ദേഹം എതിർത്തിട്ടുണ്ട്. വാചികമായ, ഓറലി, വെർബലി, അങ്ങനെ സംസാരിച്ച് ക്ലാസ് എടുക്കുന്നതിനൊക്കെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നിരീക്ഷണം, അനുഭവങ്ങൾ, ഇതിലൂടെ ഒക്കെ കുട്ടി സ്വയം പഠിക്കണം എന്നാ പറയുന്നത്. ആ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനാണ് അദ്ദേഹം മുൻതൂക്കം കൊടുക്കുന്നത്. റൂസോയുടെ സിദ്ധാന്തങ്ങളൊക്കെ വായിക്കണം, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ? അതെ, ഔപചാരിക സ്കൂൾ പഠനത്തെ, നമ്മളൊക്കെ ഇപ്പൊ ചെയ്യുന്ന പോലെ ഫോർമൽ ആയിട്ടുള്ള സ്കൂൾ പഠനം ഉണ്ടല്ലോ, അതിനെ അവലംബിക്കുന്നതിന് പകരം പ്രകൃതിയെ പാഠക പുസ്തകമാക്കാൻ റൂസോ ഉപദേശിക്കുന്നുണ്ട്. എന്ത് നല്ല തിയറിയാ അല്ലെ? നമ്മൾ ഈ വെറുതെ എന്ന് പറയുന്നില്ല, പക്ഷെ നമ്മളിങ്ങനെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോൾ കുട്ടികൾക്ക് പലർക്കും അവരെന്തിനാ പോകുന്നത് എന്ന് തന്നെ അറിയില്ല. ഒരു സിസ്റ്റത്തിൽ ഇങ്ങ് പോരുകയാണ്. അതിന് പകരമായിട്ട് ഔപചാരികമായിട്ട് നമ്മളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള സ്കൂൾ പഠനത്തെ ഫോളോ ചെയ്യുന്നതിന് പകരം പ്രകൃതിയെ പാഠപുസ്തകമാക്കാനാണ് റൂസോ ഉപദേശിക്കുന്നത്. നല്ല ഉപദേശം അല്ലേ? LPSA UPSA കേട്ടറ്റ് കാറ്റഗറി 1 and 2 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സൈക്കോളജി ക്ലാസ്സുകൾ, അത് സാധാരണ രീതിയിലുള്ള ലെക്ചറിങ് ആയിട്ട് ക്ലാസ് ആയിട്ടും ഇനി മറ്റ് നിരവധി തരത്തിലുള്ള വീഡിയോസ് ആയിട്ടും കണ്ട് കേട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്